ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും മാവേലിക്കര ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ ടൂത്ത് ഫെയറി ദിനാഘോഷം നടത്തി. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും മാവേലിക്കര ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് മൂന്നാംകുറ്റി ഗായത്രി സെൻട്രൽ സ്കൂളിൽ ടൂത്ത് ഫെയറി ദിനാഘോഷം നടത്തി. ഒട്ടാകെ ഐഡിയയിലെ എല്ലാ ബ്രാഞ്ചുകളും ടൂത്ത് ഫെയറി ഡേ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഐഡിയ മാവേലിക്കരയാണ് കേരള സ്റ്റേറ്റിനെ ഹോസ്റ്റ് ചെയ്ത് ഈ പ്രോഗ്രാം നടത്തുന്നത്. പല രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ എല്ലാ മാസവും CDH, അതായത് കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത്, WDC, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ആൾക്കാർ ഒട്ടാകെ സമൂഹത്തിലേക്ക് ഇറങ്ങി എല്ലാവർക്കും ബോധവത്കരണം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് IDA പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം മൊത്തത്തിൽ നമ്മൾ പല സ്കൂളുകളിൽ, അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് വാലന്റൈൻസ് ഡേയിൽ പ്രമാണിച്ച് നമ്മൾ ക്രഷ് ടു ബ്രഷ് എന്നുള്ള രീതിയിൽ കേരളം ഒട്ടാകെ 156 സ്കൂളുകളിലോളം നമ്മൾ ക്യാമ്പ് നടത്തുകയും അവയർനെസ് പോസ്റ്റേഴ്സ് കൊടുക്കുകയും ചെയ്തു. അതേപോലെ ഇന്നത്തെ ദിവസം ടൂത്ത് ഫെയറി ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും 2 സെറ്റ് പല്ലാണ് വരുന്നത്, സ്ഥിരദന്തങ്ങളും പാൽപ്പല്ലുകളും. സ്ഥിരദന്തങ്ങളോടൊപ്പം തന്നെ പാൽപ്പല്ലുകൾക്കും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഈ വർഷം ഇവിടെ കൊടുക്കാൻ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നൊരു നല്ല പദ്ധതിക്കാണ് ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്കൂൾ അത് നന്നായി ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. ഗായത്രി സെൻട്രൽ സ്കൂളിനെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനെയും അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെല്ലാം പ്രത്യേകമായി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്, എല്ലാ ഭാവുകങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട്, ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര മേഖലയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്, ദന്ത സംരക്ഷണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങളാകെ മാറട്ടെ. സുന്ദരികളും സുന്ദരന്മാരുമായി, നല്ല ചിരിയുള്ളവരായി, നല്ല സുന്ദരികളായി, നല്ല സുന്ദരന്മാരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ട്, ചിരി എപ്പോഴും നല്ലതാണ്. നമുക്ക് ചിരിക്കണമെന്ന് തോന്നണമെങ്കിൽ നല്ല സുന്ദരമായ പല്ലുകളുണ്ടെങ്കിലേ ചിരിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ചിരിക്കുമ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തിനൊരു പ്രസന്നതയുണ്ടാകും. അപ്പോൾ ചിരി ഏറ്റവും നന്നായി ചിരിക്കണമെന്നുണ്ടെങ്കിൽ, വായ തുറന്ന് ചിരിക്കണമെന്ന് പരസ്യമൊക്കെ കാണുന്ന പോലെ നന്നായി ചിരിക്കണമെന്ന് നമുക്ക് ആത്മവിശ്വാസം വേണം. അപ്പോൾ പല്ലുകളുടെ സംരക്ഷണം അത്തരം ആത്മവിശ്വാസം കൂട്ടുന്നതിന് കൂടി ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് ആ നിലയിലെല്ലാം എല്ലാവർക്കും മാറിത്തീരാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ പ്രോജക്റ്റ് ഈ സ്കൂളിൽ നടത്തുന്നതിനും അതോടൊപ്പം അതിന് പ്രത്യേകമായ താല്പര്യമെടുത്തതിനും അത് നടത്താൻ താല്പര്യമായി മുന്നോട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനെ, ഗായത്രി സ്കൂളിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട്, ഡോക്ടർ വീണ N. പൂറ്റി അധ്യക്ഷയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദീപക് കളരിക്കൽ ബോധവൽക്കരണ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ടൂത്ത് ഫെയറിയുടെ ഉത്ഭവം ഒറിജിൻ യൂറോപ്യൻ പാരമ്പര്യത്തിന്റെ ഒരു മിത്താണെന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. 8ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന വൈക്കിംഗ് യുദ്ധങ്ങളിൽ അവിടുത്തെ പട്ടാളക്കാർ അവരുടെ കുട്ടികളുടെ പാൽപ്പല്ലുകൾ ഒരു നൂലിൽ കോർത്ത് അവരുടെ കഴുത്തിൽ അണിയാറുണ്ടായിരുന്നു. യുദ്ധത്തിൽ അവരുടെ വിജയത്തിന് അത് സഹായകമാണെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ടൂത്ത് ഫെയറിയുടെ പടം ആയിട്ട് നമ്മൾ ഈ കാണുന്ന പടം പ്രത്യക്ഷപ്പെട്ടത് 1908 ഷിക്കാഗോ ഡെയിലി ട്രിബ്യൂൺ കോളത്തിലാണ്. ടൂത്ത് ഫെയറിനെ ഒരു ചെറിയ ചിറകുള്ള ഒരു മാലാഖയായിട്ടാണ് ആ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. ടൂത്ത് ഫെയറിയുടെ മിത്ത് കുട്ടികളിൽ നല്ലൊരു ദന്താരോഗ്യ സംസ്കാരം ഉണ്ടാകാൻ വേണ്ടി മാതാപിതാക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവർ പറഞ്ഞ കഥകളിൽ ദ്രവിച്ച പല്ലുകളുള്ള കുട്ടികളെക്കാൾ മികച്ച പല്ലുള്ള കുട്ടികളെയാണ് ടൂത്ത് ഫെയറി സന്ദർശിക്കാറുള്ളതെന്നാണ്. അതുപോലെ കുട്ടികളുടെ പാൽപ്പല്ലുകൾ പോകുമ്പോൾ ഉള്ള പേടി മാറാനായിട്ട് ഈ കഥ മാതാപിതാക്കൾ ഉപയോഗിച്ചിരുന്നു. അവരോട് പറഞ്ഞിരുന്നത്, പൊഴിഞ്ഞുപോയ പാൽപ്പല്ലുകൾ തലയിണയുടെ അടിയിൽ വെച്ചാൽ രാത്രി ടൂത്ത് ഫെയറി വന്ന് സമ്മാനം വെക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ശരിക്കും മാതാപിതാക്കൾ തന്നെയാണ് അവിടെ സമ്മാനം വെച്ച് പിള്ളേർക്ക് പാൽപ്പല്ലുകൾ പറിക്കുമ്പോഴുള്ള പേടി മാറുന്നത് ഈ കഥ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, എല്ലാ സ്കൂളുകളിലും ബർത്ത്ഡേക്ക് മുട്ടായിയാണ് കൊടുക്കുന്നത്. പിള്ളേരെന്തെയും മുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കും. നമുക്കറിയാം, മുട്ടായി വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് പല്ലിരുന്ന് പോടായിട്ട് മാറുന്നു. ഡോക്ടർ നിതിൻ ജോസഫ്, ഡോക്ടർ രാഖി രാജേഷ്, ഡോക്ടർ സഞ്ജയ്, ഡോക്ടർ സൂരജ് സൈമൺ, സ്കൂൾ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, അരവിന്ദ് സുദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് IDA മാവേലിക്കര ഡെന്റൽ അസോസിയേഷൻ ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഒരുപാട് പുതിയ പദ്ധതികളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ സ്കൂളിനൊരു ടൂത്ത് ഫെയറി വിഷ് ബോക്സ്, കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ല് പൊഴിഞ്ഞു മാറുമ്പോൾ അവരുടെ മനസ്സിലെ ഒരു ചിന്തയാണ് ടൂത്ത് ഫെയറി വന്ന് അവർക്കൊരു ഗിഫ്റ്റ് തരും. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഞങ്ങളുടെ സംഘടനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടൂത്ത് ഫെയറി വിഷ് ബോക്സിൽ
കുഞ്ഞുങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരുപാട് നല്ല ഗിഫ്റ്റുകൾ ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഡെൻ്റൽ അവയർനെസ് പകർത്തുവാൻ ഡെൻറ്റിസ്റ്റിനെ എല്ലാ 6 മാസം കൂടുമ്പോഴും അവരുടെ പല്ലുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ബുക്കിൽ ഒട്ടിക്കാനുള്ള നെയിം സ്ലിപ്പും ഞങ്ങളിവിടെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അവർക്ക് ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുകളും കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ടൂത്ത് ബ്രഷും പേസ്റ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകളിലാണല്ലോ കുട്ടികൾ എന്തെങ്കിലും ക്ഷതമേറ്റ് വീഴുമ്പോൾ അവരുടെ പല്ല് നഷ്ടമായാൽ കുട്ടികൾക്ക് സമ്മാനം നൽകാനുള്ള ഫെയറി വിഷ് ബോക്സ് MLAയിൽ നിന്ന് സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ C. ഷാജി ഏറ്റുവാങ്ങി. ദന്തസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനായി ഫ്ലാഷ് മോബ്, ഫാഷൻ ഷോ, ചിരി മത്സരം, പെയിന്റിംഗ് മത്സരം, ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രദർശനം തുടങ്ങിയവ നടന്നു. അപകടങ്ങളിൽ പല്ല് ഊരിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് ഡോക്ടർ ബൈജു ഹരിഹരൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പ്, ദന്തൽ കിറ്റ് തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങളും വിതരണം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.